ഹാലേലുയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, പലർക്കും സംശയമായി എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഇത് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുന്നു. എന്താണ് കാണുന്നത്? അതായത് അന്യദേവന്മാരെ നമ്മൾ കണ്ടു, അവരുടെ ദർശനം ലഭിച്ചു, അതുകൊണ്ട് പിന്നെ നമ്മൾ അതാണ് ദൈവം എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ പലരും ആ വഴിയിലൂടെ മുൻപോട്ട് പോകുന്നു. എൻ്റെ ഒരു അനുഭവം ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു വെളിപ്പെടുത്തൽ, അതായത് വഴിയും സത്യവും ജീവനും ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം, ഞാനാണ് നിൻ്റെ ദൈവം, നിന്നെ സൃഷ്ടിച്ചതും ഭൂമിയെ പരിപാലിക്കുന്നതും ഞാനാണ് എന്നുള്ള ഒരു ദൈവമുണ്ട്. ഒരേ ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ്. ഈ കർത്താവിനെ അറിയുക എന്ന് മറ്റൊരാൾ നമ്മളോട് പറഞ്ഞു തന്നാൽ നമുക്കത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് സ്വർഗം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം. ഞങ്ങൾ അമ്പലവാസികളുടെ അമ്പലവാസികളായിരുന്നു മക്കളെ. ഇന്നൊരമ്പലത്തിൽ പോയാൽ നാളെ വേറെ അമ്പലത്തിൽ പോകും. ചുറ്റി നടക്കലായിരുന്നു, ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ നിനക്ക് ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങളിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കുകയാണല്ലോ, അമ്പലം തോറും നടക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും, ഇന്ന അമ്പലത്തിൽ പോയാൽ കാര്യം നടക്കും, ഇന്ന സ്ഥലത്ത് പോയാൽ കാര്യം നടക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം ഒരു സ്ഥലം, ആ സ്ഥലത്ത് 1000 കണ്ണി എന്നാണ്. ഞാനിത് പറയണ കേൾക്കുമ്പോൾ അറിയുന്ന മക്കളുണ്ടാവുമായിരിക്കാം. അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഒന്ന് പോകാമായിരുന്നില്ലേ എന്നൊരു വ്യക്തി ഞങ്ങളോട് ചോദിച്ചു. അവർക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയോ അനുഭവങ്ങളുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു പാത്രത്തിൽ കുറച്ച് പൂവും അതിൻ്റെ എതളുകളും കൂടെ തന്നിട്ട്, അവിടുത്തെ കുരുതി എന്നാണ് പറയുക, ഇതെന്നെ കേൾക്കുന്ന എത്ര മക്കൾക്കത് മനസ്സിലാവും എന്നെനിക്കറിയില്ല. അതൊക്കെ തന്നിട്ട് ഈ പൂവിൻ്റെ ഓരോ എതളെടുത്തിട്ട് ഇങ്ങനെ അതിൽ ഇങ്ങനെ അവർ പറഞ്ഞു തരുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ഇടാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പൂജാരി, കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, ഞാനും ആ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. ആ പൂജാരി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പോകുമ്പോഴും വരുമ്പോഴും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഈ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ എത്ര കാര്യമായിട്ട് നോക്കുന്നത്? അങ്ങനെ അതിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ കല്ലുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ എല്ലാവരും തൊഴുന്നു. കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിലൊരു കല്ല്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക തരം പ്രതിഷ്ഠകളൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പൂവ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതെൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞ് ആ വെള്ളടക്കം അതുകൊണ്ട് താഴ്ത്തിക്ക് പോയി. അപ്പം ഞാൻ പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടുകാർ, ഞാൻ അവരൊക്കെ പോയി വിളിച്ചു. നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചാൽ എന്തേന്ന്, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞാൻ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഇതൊരനുഭവം. മറ്റൊരിടത്ത് ഒരു ദിവസം കോഴിക്കോട് ഒരു അമ്പലത്തിൽ പോവുകയാണ്. ഇങ്ങനെ അമ്പലം ചുറ്റിലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി. അങ്ങനെ ആ അമ്പലത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും ഇത് തന്നെ അനുഭവം. അതിൻ്റെ പുറത്ത് നിന്നിട്ട് ഓരോരുത്തരും, എന്തൊരു വെയിലാണെന്നറിയോ, ഈ വെയിലത്ത് നിന്നുകൊണ്ട് ഈ പൂജാരി ഓരോ മന്ത്രം ചൊല്ലിക്കൊടുക്കുക. ഓരോരുത്തരും ഇങ്ങനെ അവിടെ നിന്ന് മന്ത്രം, പൊരിഞ്ഞ വെയിൽ മക്കളെ, അവിടെ ഇങ്ങനെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ പൂജാരിയുടെ കണ്ണ് മുഴുവൻ എൻ്റെ നേരെയാണ്. അത് കഴിഞ്ഞപ്പം ഈ പൂജാരി ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് നാളെന്താണ്, പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അതോ പരീക്ഷിക്കാനോ? അപ്പം ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. എനിക്കറിയില്ല, ആൾ ചോദിക്കുന്നതിൻ്റെ മറുപടി പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളുടെ ചോദ്യം തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞതും പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള ഒന്നും ഇവിടെയില്ല, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന്. അപ്പം ഞാൻ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം വരണം. എൻ്റെ ഉള്ളംകരത്തിൽ നിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്കുള്ളവ എന്നെയും ഞാൻ അവരെയും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്.
ഈ ആലയിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. എത്ര സത്യമാണ് മക്കളെ ആ ജീവിക്കുന്ന ഓജസ്സുള്ള വചനം. ഇതുപോലെ പലയിടത്തും ഞങ്ങളുടെ വീട്ടിൽ തന്നെ അമ്പലമുണ്ടല്ലോ, 5 നമ്പൂതിരിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പം അവരും ഇതേപോലെ എന്നെ അങ്ങനെ ഒരു നോട്ടപ്പുള്ളിയെ പോലെ നോക്കിയിട്ട് നിൻ്റെ മേലും മറ്റൊരു ശക്തിയുണ്ട് എന്നോട് പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അവരോട് 1-2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, സ്വാമി ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോളൂ മോളെ. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ് മക്കളെ, 22 വയസ്സ് 23 വയസ്സ് കഷ്ടി. അപ്പോൾ എന്താണ് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ ഇങ്ങനെ പോത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു വിഷ്ണുമായ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ പറഞ്ഞത് ശിവൻ്റെയും പാർവതിയുടെയും മകനാണ് വിഷ്ണുമായ എന്ന് വെച്ചാൽ കുട്ടിച്ചാത്തൻ എന്ന്. ഞാൻ ഉടനെ തന്നെ അവരുടെ അടുത്ത് തിരിച്ച് ചോദിക്കുകയായിരുന്നു, ചാത്തൻ എന്ന് വെച്ചാൽ സാത്താൻ, അപ്പോൾ ദൈവമല്ലല്ലോ എന്ന് ഞാൻ ഇവരോട് തിരിച്ച് ചോദിച്ചിട്ടുണ്ട് അന്ന് കാലത്ത്. അപ്പോൾ അവർ എഴുന്നേൽക്ക് നിനക്ക് പറ്റിയ സ്ഥലമല്ലത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ ഒരു പണിക്കര് വരുമായിരുന്നു നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ ജാതകം നോക്കാനൊക്കെ ആയിട്ട്. അന്ന് ആ പണിക്കര് പറയുമായിരുന്നു, നിൻ്റെ മേലും മറ്റൊരു ശക്തിയാണ്, ഞങ്ങൾക്കതിനെ കീഴടക്കാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ ഇവർക്കും അറിയാം കൂട്ടാ, അറിയാം മക്കളെ. എന്നെ കേൾക്കുന്ന മക്കളോടാണ് ചേച്ചി ഇത് പറഞ്ഞത്. ഇതൊക്കെ ഇവർക്കറിയാം. അത് പ്രവചന ശക്തികളും ഇവർക്കുമുണ്ട്. ഇവരുടെ മേലിലെ വെളിച്ചം മാത്രമേ പോയിട്ടുള്ളൂ. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം, നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എത്ര പ്രാവശ്യം ഞാൻ ഈ അമ്പലത്തിലിരിക്കുന്ന ഈ ആളുകളെ മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആകാശത്ത് ഇവർ മുഴുവൻ നേർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെ മുഴുവനും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെ എന്നെ ഇങ്ങനെ പകച്ച പോലെ നോക്കി നിൽക്കുന്നത് എത്രയോ നാളുകൾ ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ പിന്നാലെ ഇങ്ങനെ പായാൻ തുടങ്ങിയത്. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അതായത് ഏശയ്യായുടെ പുസ്തകം എന്നോട് ആദ്യം കർത്താവ് പറഞ്ഞ വചനമായിരുന്നു അത്. ഏശയ്യ 30:19. ഇനിമേൽ നീ കരയുകയില്ല, നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എവിടെ വീട് വെക്കണം, എവിടെ സ്ഥലം മേടിക്കണം, എന്ത് ചെയ്യണം, ഏത് ബാങ്കിൽ ലോണിന് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ ഈ വചനം നിങ്ങൾ എടുത്ത് പറയണം, ആവർത്തിച്ച് പറയണം. അത് കേട്ട് നീലത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ വചനം പറഞ്ഞുകൊണ്ട് പറയണം, ജീവിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ സ്വരം ശ്രവിക്കാനുള്ള ഗ്രഹണശക്തി എനിക്ക് തരണമേ എന്ന് നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എത്ര കാലം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ മക്കളെ. എളുപ്പമല്ല യേശുവിനെ കിട്ടുക എന്ന് പറയുന്നത്. ആ നിധി, അതൊരു നിധിയാണ് മക്കളെ. ഇത് കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിൽക്കാന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്വത്തും വസ്തുക്കളും വിൽക്കുമോ? ഇല്ല. എന്ത് വിൽക്കുന്ന പറയണത്? നമ്മളെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ നിധിയുടെ പുറകെ നമ്മൾ പായും. അത് കുറച്ചു കാലമൊക്കെ കഴിയുമ്പോഴാണ് വെളിപ്പെട്ട് വരുള്ളൂ. പരീക്ഷണങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ പൊന്നുപോലെ നാഥൻ നമ്മെ കൊണ്ട് നടക്കും. അവൻ തുറന്നാൽ തുറന്നതാ, അവൻ അടച്ചാൽ അടച്ചതാ. അതിൻ്റെ മുകളിൽ ഒരു ശക്തിയുമില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം ഒന്ന് കേട്ടെ എൻ്റെ മക്കൾ. ഇടത്തോട്ടോ വലത്തോട്ടോ പിരിയുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് പറയാണ്, അപ്പോൾ നിങ്ങളുടെ വെള്ളിപ്പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങളവയെ മലിന വസ്തുക്കളെ എന്ന പോലെ എറിഞ്ഞു കളയുന്നു. കണ്ടു മക്കളെ. അപ്പോൾ നിനക്ക് ധാന്യം തരും, മഴ തരും, നിൻ്റെ കന്നുകാലിയും, അന്നൊക്കെ കന്നുകാലിയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ. എന്നിട്ട് കർത്താവ് പറയാണ്, കർത്താവ് തൻ്റെ മുറിവുകൾ വെച്ചു കിട്ടും. തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചായിരുന്നാലെന്ന പോലെ 7 ഇരട്ടിയുമാകും. കണ്ടു എൻ്റെ മക്കൾ.
ഇത് കിട്ടിയവനുണ്ടല്ലോ, ഇത് കണ്ടെത്തിയവൻ, അവൻ പിന്നെ എന്തോ വന്നേക്കാം, ആകാശം ഇങ്ങോട്ട് കീഴ്മേൽ മറിഞ്ഞേക്കാം. നമ്മുടെ ഉള്ളിൽ കഴിയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു തിളപ്പുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ഇരുന്നിട്ട് വിശ്വാസം കൊണ്ട് നമ്മെ ജ്വലിപ്പിക്കും. ഹല്ലേലൂയ. അവരാണ് രക്തസാക്ഷികളായി മരിക്കാനും എന്തിനും അവർ തയ്യാറാവും. കാരണം അവർ ഈ സത്യം അറിഞ്ഞു, ഈ സത്യത്തെ അവർ തൊട്ടു. ഈ സത്യത്തിൽ നിന്ന് ഇനി അവർക്ക് ഒരു കാലത്തും വേർപെടാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു ജീവിതം കിട്ടിയിട്ട് ഈ സത്യം കണ്ടെത്തിയില്ല എങ്കിൽ നിൻ്റെ ജന്മം പാഴ് ജന്മം. അവിടെ നമ്മൾ അവർക്ക് 400 കോടിയുടെ വാച്ച്, 800 കോടിയുടെ ഒക്കെ ഉണ്ടാവാം മക്കളെ. ഇതെല്ലാം വിട്ട് ഇവിടെ നിന്ന് പോകണം. ഇപ്പം നമ്മൾ ചേച്ചീനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വാച്ച് കിട്ടിയ കാലം ഞാൻ മറന്നു. നമുക്കതിനോട് യാതൊരു താല്പര്യവും ഇല്ല. എന്തിനെങ്കിലോടും നമുക്കൊരു താല്പര്യം തോന്നണ്ടേ? ഒരു വെള്ളയും അല്ലെങ്കിൽ ലൈറ്റ് കളറിൽ ഏതെങ്കിലും ഒരു ചുരിദാർ കഴിഞ്ഞു. നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, ബൈബിള് വായിക്കണം, ജപമാല ചൊല്ലണം, ഏറ്റവും 5:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ടി വി വെച്ച് ആരാധനയിൽ പങ്കെടുക്കണം, സന്ധ്യയ്ക്ക് 5:30 ആകുമ്പോഴത്തേക്കും കുർബാന വെക്കണം, ആരാധനയിൽ പങ്കെടുക്കണം, കണ്ടു ആരാധിക്കണം, സ്തുതിക്കണം. നമ്മുടെ കാര്യമൊക്കെ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്ക്, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്തൃസന്നിധിയിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ അങ്ങനെ പറയാൻ കാര്യം? നമ്മളുടെ മാലാഖമാർ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തിക്കും. അതത് ദിവസം അതവിടെ കർത്താവ് അതവിടെ കണ്ടുകൊണ്ട് പിതാവിൻ്റെ മുൻപിൽ അതിരിക്കുന്നുണ്ടായിരിക്കും. നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വൃഥാവിലാവില്ല, അതിനെല്ലാം ഉത്തരം വരും. കാത്തിരിക്കണം, കുറച്ച് സമയം വേണ്ടി വന്നേക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയുക, നിങ്ങൾ കുറച്ച് കാലം പ്രാർത്ഥിച്ചിട്ട് ചെറിയ കാര്യങ്ങൾ സാധിച്ച് കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്നാൽ മറ്റേ വഴിക്കൊന്നാ പോകരുത് മക്കളെ. കാത്തിരിക്കുക, ക്ഷമിക്കുക. നോമ്പുകാലം സഹനത്തിൻ്റെ പീരീഡാണ്, മരുഭൂമി അനുഭവമാണ്. അതുകൊണ്ട് സഹിക്കാനുള്ള ശക്തിയും വിജയിക്കാനുള്ള കൃപയും ദൈവം എല്ലാ മക്കൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ലോകം മുഴുവനും വേണ്ടി എല്ലാ മക്കളും ഏത് ജനതയിൽപ്പെട്ടവനായാലും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയവസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.